തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കണ്ണൂർ സ്വദേശി NIA കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ സഹായിയാണ് കസ്റ്റഡിയിലായത്. വിളക്കൊടി സ്വദേശി സഫീറിനെയാണ് NIA പിടികൂടിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വർഷങ്ങൾ നീണ്ടു നിന്ന കേസാണ്. ഈ കേസിൽ ഇപ്പോൾ ഈ കൈവെട്ട് കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ സഹായി സഫീറാണ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് NIAയുടെ ഭാഗത്തു നിന്നും ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുന്നത്. കണ്ണൂർ വിളക്കോട് സ്വദേശി സഫീറാണ് ഈ ദേശീയ അന്വേഷണ സംഘം ഇന്ന് ഉച്ചയോടെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ കേസിലെ മുഖ്യ പ്രതിയായ സവാദിന് മട്ടന്നൂരിൽ ഒളിത്താവളം ഒരുക്കി നൽകുകയും മറ്റു സഹായങ്ങൾ നൽകിയതായും ദേശീയ അന്വേഷണ സംഘം അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇന്ന് ഉച്ചയോടെ തന്നെ പിടികൂടിയിരിക്കുന്നത്. ഈ സവാദ് നമുക്കറിയാവുന്ന കാര്യമാണ്. മട്ടന്നൂരിൽ വർഷങ്ങളായി ഈ പ്രദേശത്ത് ഒളിവിൽ താമസിച്ചിരുന്നു. കാരണം ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ ഈ സവാദ് ഈ പ്രദേശങ്ങളിൽ നിരന്തരം പല മേഖലയിൽ ഒളിവിൽ താമസിച്ചിരിക്കുമ്പോൾ ഈ പ്രതിക്ക് സഹായം നൽകുകയും വീട് ഒരുക്കി നൽകുകയും വീട് വാടകയ്ക്ക് എടുത്തു നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി ഇയാൾ മുന്നോട്ട് പോയിരുന്നു. തുടർന്നാണ് ഈ സവാദ് പിടിയിലായപ്പോൾ ഈ സവാദിനെ ആരാണ് ഈ പ്രദേശത്ത് സഹായിച്ചതെന്ന തെരച്ചിൽ NIA ആരംഭിച്ചിരുന്നു. ആ തിരച്ചിലിനൊടുവിലാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് മുൻപും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും NIA പറയുന്നു. കാരണം ഇയാൾ AVP പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 10ാം പ്രതി കൂടിയാണ്. നിലവിൽ അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് തലശ്ശേരി കോടതിയിൽ ഈ പ്രതി എത്തിയിരുന്നു. ആ കോടതി പരിസരത്ത് വെച്ചാണ് നിലവിൽ NIA ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല അക്രമങ്ങളിലും ഈ പ്രതി പങ്കെടുത്തിട്ടുണ്ട്. തുടർന്നാണ് ഈ സവാദുമായി ഈ പ്രതി ബന്ധപ്പെടുകയും ഈ 13 വർഷക്കാലത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് സവാദ് ഒളിവിൽ കഴിഞ്ഞു. ആ സമയത്തെല്ലാം ഈ പ്രതി ഈ സവാദിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതായും നിലവിൽ NIA സൂചിപ്പിക്കുന്നു. എന്തായാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും നടന്നു വരികയാണ്. ഈ കേസിൽ ഇനിയും മറ്റു പ്രതികൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത്? കാരണം ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ സഹായിച്ച മറ്റൊരു സഹായി പിടിയിലാകുന്നത്. ഈ കേസിൽ ഇനിയും മറ്റു പ്രതികൾ അവശേഷിക്കുന്നുണ്ടോ? ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത്? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കൂടുതൽ പരിശോധന നടന്നു വരുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, 13 വർഷത്തിലധികമായി ഈ കേസ് നീണ്ടുപോയിരുന്നു. എന്നാൽ 13 വർഷം കഴിഞ്ഞാണ് ഇതിലെ ഒന്നാമത്തെ പ്രതിയായ സവാദിനെ പിടികൂടുന്നത്. സവാദിന് ഈ പ്രദേശത്ത് ഒളിവിൽ കഴിയുവാൻ ഈ പ്രതികളുടെ സഹായം ആവശ്യമാണ്. കാരണം ഇതൊരു മറ്റൊരു പ്രദേശമാണ്. സവാദിന്റെ ഈ താമസം മറ്റൊരു സ്ഥലത്തായിരുന്നു, വേറെ നാട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പക്ഷെ കണ്ണൂർ പോലൊരു നാട്ടിലെത്തി ഇവിടെ ഈ പ്രവർത്തനവുമായി സ്വന്തം പേര് പോലും മാറ്റി ഒളിച്ചു താമസിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രാദേശികമായുള്ള പിന്തുണ ആവശ്യമാണ്. ആ പ്രാദേശികമായ പിന്തുണയാണ് നിലവിൽ അറസ്റ്റിലായ പ്രതികളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും നൽകി വന്നത്. പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ഈ മേഖലയിൽ കൂടുതലും ഈ പ്രതികൾക്ക് സഹായം നൽകിയത്. അതിനാൽ തന്നെ കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാനുള്ള സാധ്യതയും നിലവിൽ കൂടുതലാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ട് കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ സഹായി സഫീറാണ്. വിളക്കോട് സ്വദേശിയായിട്ടുള്ള ഈ പ്രതിയെയാണ് NIA പിടികൂടിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്.